വി എസ് സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ കൂടാരനെ സംബന്ധിച്ചും മറ്റ് ഈ പൂരം അലങ്കോലപ്പെടാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് നേരിട്ട് ബന്ധമുള്ള അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ. പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റുകൾ എന്ന നിലയിൽ ചില ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഇതിന് വിവരാവകാശം വെച്ച് ചോദിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നത് പോലീസ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് പോലീസിൻ്റെ കയ്യിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം കൂടി ഞാൻ പറയുന്ന കാര്യത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. RSSനെ പറ്റി RSSും BJPയും അന്നത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഞാൻ അവിടെ സൂചിപ്പിക്കും. അല്ല, അത് പോലീസിൻ്റെതായ പങ്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള കാര്യം ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരട്ടെ, പറഞ്ഞ ശേഷം പറയാം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണത്തിൽ വി എസ് സുനിൽകുമാറിന്റെ മൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുമെന്നും എല്ലാ പോലീസുകാർക്കെതിരെയും ആരോപണമില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഈ മൊഴിയെടുപ്പിന് കയറുന്നതിന് മുൻപായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.